കള്ളാടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമല പ്രദേശം ഇത്തവണയും ഒറ്റപ്പെട്ടു. മണ്ണിടിഞ്ഞെത്തിയ മീനാക്ഷിപ്പാലം മൂടിയതോടെ പുത്തുമല, കള്ളാടി, ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിലെ 1000-ഓളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. ഇവിടെ എത്തിയ വിനോദസഞ്ചാരികളും കുടുങ്ങിക്കിടക്കുകയാണ്. അതീവ പരിസ്ഥിതി ലോല മേഖലയായ വയനാട്ടിൽ പശ്ചിമഘട്ടം തുറന്നുള്ള തുരങ്കപാത നിർമ്മാണം അപകടകരമാണെന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് ഇന്നലെ ഉണ്ടായ വൻ ദുരന്തത്തിന് വഴിവെച്ചത്. അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതും സുരക്ഷാ വീഴ്ചകളും ദുരന്തത്തിലേക്ക് നയിച്ചു. നിർമ്മാണ പ്രവർത്തനത്തിനിടെ നീക്കം ചെയ്യുന്ന മണ്ണും അവശിഷ്ടങ്ങളും സുരക്ഷിതമായ രീതിയിലായിരുന്നില്ല മാറ്റിയത്. വൻതോതിൽ മണ്ണ് കൂട്ടിയിട്ടത് അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് നാട്ടുകാർ പരാതി പറഞ്ഞെങ്കിലും കമ്പനി അധികൃതർ ചെവിക്കൊണ്ടില്ല. ഇത്തരത്തിൽ കൂട്ടിയിട്ട മണ്ണാണ് കനത്ത മഴയിൽ ദുരന്തം വിതച്ചത്. തുരങ്ക നിർമ്മാണത്തിനായി മണ്ണ് മാറ്റിയ പ്രദേശത്തിന് സമീപത്താണ് തൊഴിലാളികളുടെ താമസ സ്ഥലം. ഇത് സുരക്ഷാ പ്രോട്ടോകോളുകളുടെ ലംഘനമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്ത് അതീവ ശ്രദ്ധയോടുകൂടി വേണം പ്രവർത്തനങ്ങൾ നടത്താനെന്ന വ്യവസ്ഥയോടെയാണ് പാരിസ്ഥിതിക ആഘാത സമിതി പദ്ധതിക്ക് അനുമതി കൊടുത്തത്. 60 ഉപാധികളോടെയാണ് പദ്ധതിക്ക് അന്തിമ പാരിസ്ഥിതിക അനുമതി നൽകിയത്. തുരങ്ക നിർമ്മാണത്തിനായുള്ള ഖനന സമയത്തുണ്ടാവാൻ സാധ്യതയുള്ള സ്ഫോടനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ CSIR, CIMFR എന്നിവ നൽകിയിട്ടുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നതാണ് ഇതിൽ പ്രധാനം. വൈബ്രേഷൻ, പ്രളയം, ഭൂമിശാസ്ത്ര പഠനങ്ങൾ എന്നിവയിലെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. നിർമ്മാണ ജോലിക്കിടെ മണ്ണിടിച്ചിലോ വെള്ളപ്പൊക്കമോ മൂലമുണ്ടാക്കുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായുള്ള സംവിധാനങ്ങളും ഒരുക്കണം. നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്ക് മതിയായ സുരക്ഷ വേണമെന്നതടക്കമുള്ള വ്യവസ്ഥകളും അന്തിമ അനുമതി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് നിർമ്മാണം പുരോഗമിച്ചത്. അതീവ പാരിസ്ഥിതിക ദുർബലമായ ചെമ്പ്ര മലയുടെയും വെള്ളരി മലയുടെയും അടിയിലൂടെയാണ് തുരങ്കപാത കടന്നു പോകുന്നത്. അടിക്കടി ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാവുന്ന മേഖലയാണിത്. പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും ദുർബലമായ പ്രദേശം തുറന്ന് ടണലുണ്ടാക്കുന്നത് അപകടം വിളിച്ചു വരുത്തുമെന്ന മുന്നറിയിപ്പുകളും പാടെ അവഗണിക്കുകയായിരുന്നു. 400-ലേറെ ജീവനുകൾ എടുത്ത മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തം മറന്നാണ് തുരങ്കപാതയുമായി LDF സർക്കാർ മുന്നോട്ട് പോയത്. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ നിന്ന് ആരംഭിച്ച് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ കള്ളാടിയിലാണ് തുരങ്കപാത അവസാനിക്കുന്നത്. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കള്ളാടിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ. വയനാട് ജില്ലയിൽ പെയ്യുന്നതിന്റെ ശരാശരി 5 ഇരട്ടി മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചെമ്പ്രമലയും താഴ്വരയും. ഓരോ വർഷവും കഴിയുന്തോറും മഴയുടെ തീവ്രത ഈ പ്രദേശത്ത് കൂടിക്കൂടി വരികയാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യതയും വർദ്ധിക്കുന്നുണ്ട്. കൂറ്റൻ പാറകൾ പൊട്ടിച്ചു നീക്കിയാണ് തുരങ്കം നിർമ്മിക്കുന്നത്. പാറ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനം മലമുകളിലേക്ക് വരെയെത്താം. ഇതോടെ മണ്ണിന് കൂടുതൽ ബലക്ഷയം സംഭവിക്കും. കനത്ത മഴയിൽ ഇത് മണ്ണിടിച്ചിലിന് വഴിവെക്കുമെന്ന് അന്നേ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതെല്ലാം അവഗണിച്ചാണ് തുരങ്കപാത നിർമ്മാണം മുന്നോട്ട് പോയത്. തുരങ്കപാത കടന്നു പോകുന്ന പ്രദേശങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും പാരിസ്ഥിതികമായി പ്രാധാന്യമുള്ളതാണ്. നിത്യഹരിത വനങ്ങൾ, അർദ്ധ നിത്യഹരിത വനങ്ങൾ, ചതുപ്പ് പ്രദേശങ്ങൾ, ഷോലാർ ട്രാക്കുകൾ എന്നിവയോടൊപ്പം വയനാട്, നീലഗിരി മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആനത്താരകൾ, ചാലിയാർ, കപ്പനി തുടങ്ങിയവയുടെ നീർത്തട പ്രദേശങ്ങൾ എന്നിവയെല്ലാം ഈ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്.